ഫ്രണ്ട്സ് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ ആയുർവേദിക് സയൻസസിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. പെർമനന്റ് വേക്കൻസിയാണ് ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്കെയിലിൽ സാലറിയും ഒട്ടനവധി അലവൻസും കാര്യങ്ങളൊക്കെ ഉള്ള പോസ്റ്റാണ്. ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, നിങ്ങൾക്ക് കേരളത്തിൽ എക്സാം സെൻറ്റർ ഉണ്ട്. നമുക്ക് കേരളത്തിൽ എക്സാം സെൻറ്റർ ഉണ്ട്, തമിഴ്നാട് ഉണ്ട്, ദെൻ കർണാടക ഉണ്ട്. അപ്പോൾ നമുക്ക് വിവിധ ഇടങ്ങളിൽ നമുക്ക് എക്സാം സെൻറ്റർ എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് മുതൽ നിങ്ങൾക്ക് മറ്റു +2 അതുപോലെ തന്നെ ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി തുടങ്ങിയുള്ള വിവിധ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് IT ഉള്ളവർക്കൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്ന വേക്കൻസികളുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇതിലേക്കുള്ള സെലക്ഷൻ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസ്, അതായത് നമ്മുടെ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള, അപ്പം നമ്മൾ കേരളത്തിലേക്കുള്ള പ്രത്യേകിച്ച് നമ്മൾ മലയാളീസൊക്കെ പ്രധാനമായിട്ടും നമ്മൾ PSC അല്ലെങ്കിൽ SSC അല്ലെങ്കിൽ UPSC അല്ലെങ്കിൽ റെയിൽവേ ഈ വക എക്സാമുകൾ മാത്രമാണ് പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതല്ലാത്ത രീതിയിൽ ആ ഒരു എക്സാമിനേഷൻ, അതായത് റെയിൽവേയുടെ എക്സാമിനേഷൻ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മൾ ചെയ്യുന്നുണ്ട്, SSC ചെയ്യുന്നുണ്ട്, UPSC ചെയ്യുന്നുണ്ട്. എല്ലാ കാറ്റഗറി നമ്മൾ ഇപ്പോൾ ഒന്നും ഒഴിവാക്കുന്നില്ല എന്നുള്ളതാണ് സത്യത്തിൽ പറയുകയാണെങ്കിൽ. കാരണം നമ്മൾ അറിയുന്ന എല്ലാ പ്രധാനപ്പെട്ട എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കിയാൽ മതി, ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി എന്തൊക്കെ വീഡിയോസ്, എന്തൊക്കെ രീതിയിലുള്ള വീഡിയോസാണ് നമ്മുടെ ചാനലിൽ വരുന്നത് എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ, അതായത് ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ സമയം നഷ്ടപ്പെടുത്താത്ത രീതിയിൽ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മാക്സിമം അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പെട്ടെന്ന് മനസ്സിലാക്കുന്ന രീതിയിലാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ഇനി അത് മാത്രമല്ല, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന നല്ല റിവ്യൂസ് ഒക്കെ ഉള്ള ബുക്ക് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഇൻസ്റ്റഗ്രാം അതുപോലെ നമ്മുടെ വാട്സപ്പ് ചാനൽ, ഇൻസ്റ്റഗ്രാമിൽ ചാനലുണ്ട്, വാട്സപ്പ് ചാനലുണ്ട്, പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൊക്കെ എനേബിൾ ചെയ്യാൻ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കണ്ട. നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. അപ്പോൾ ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ, നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും. ഇപ്പോൾ ഞാൻ ആദ്യത്തെ പോസ്റ്റോടെ പറയുന്നത് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫാണ്, ഗ്രൂപ്പ് സി പോസ്റ്റാണ്. 72 വേക്കൻസി ഉണ്ട്. ഇതിൻ്റെ പേ സ്കെയിൽ കാര്യങ്ങളൊക്കെ കൂടെ കാണാൻ പറ്റും. 72 വേക്കൻസി ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട വെറും 72 വേക്കൻസിയിലേക്ക് നമ്മൾ അപേക്ഷിച്ച് കാര്യമുണ്ടോ എന്ന് അങ്ങനെ ഒരിക്കലും നമ്മൾ ചിന്തിക്കാൻ പാടില്ല. കാരണം നിങ്ങളിപ്പോൾ PSC അല്ലെങ്കിൽ SSC UPSC വിവിധ എക്സാമുകളൊക്കെ നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള കോമ്പറ്റീഷൻ അവിടെ ഉണ്ടാകും. ഓക്കെ, അതായത് നമ്പർ കൂടുന്നതിനനുസരിച്ച് ഇപ്പോൾ 1500 വേക്കൻസി കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ എന്ത് ചെയ്യും, ആളുകൾ കൂടുതൽ അതിലേക്ക് അപ്ലൈ ചെയ്യുന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ കോമ്പറ്റീഷനൊക്കെ ഏകദേശം ഒരേ ലെവൽ തന്നെയാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ആ 72 ഒരു വേക്കൻസി നമുക്കാണെന്ന് നമ്മൾ വിചാരിച്ച് അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഉൾക്കൊണ്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്താണ് നല്ല ഒരു വിജയത്തിലേക്ക് എത്താൻ പറ്റും. നമുക്ക് ഇപ്പോൾ ഒരു എക്സാമിന് വേണ്ടി ഇപ്പോൾ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും PSCൻ്റെ ഒക്കെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ PSC ഏതെങ്കിലും ഒരു ലിസ്റ്റിൽ ഉദ്യോഗാർത്ഥി വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ഒരു 5-6 ലിസ്റ്റിൽ എന്ത് ചെയ്യും അവരുണ്ടായിരിക്കും. ഓക്കെ, കാരണം ആ ഒരു എക്സാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അപ്പോൾ ഒരു വർഷത്തിൻ്റെ ഇടയിൽ ഒരു 6 എക്സാം എഴുതിയെങ്കിൽ ആ ഒരു വർഷം കംപ്ലീറ്റ് അയാൾ പ്രിപ്പയർ ചെയ്യുകയാണ്. അപ്പോൾ 7 എക്സാം എഴുതിയെങ്കിൽ 7 എക്സാമിൻ്റെയും നല്ല പെർഫോമൻസ് ഉണ്ടെങ്കിൽ അത് 7 എക്സാമിലും അത് ആ ഒരു ലിസ്റ്റിൽ വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് ബ്രേക്ക് വന്നാലും പിന്നെ അവർക്ക് കിട്ടില്ല. ഓക്കെ, ആ ട്രെൻഡിനനുസരിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം. അതായത് ആ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ തുടർച്ചയായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ബ്രേക്ക് ഇല്ലാതെ പഠിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരം എക്സാമുകളൊക്കെ അറ്റൻഡ് ചെയ്യണം. അങ്ങനെ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ഇതിലൊക്കെ നിങ്ങൾക്ക് ചാൻസ് ഉണ്ടെന്നുള്ളതാണ്. അത്യാവശ്യം സാലറിയും അത്യാവശ്യം അലവൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ ഇതിൽ തന്നെ നിങ്ങൾക്ക് നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഉയർന്ന പോസ്റ്റിലേക്ക് മാറാൻ പ്രൊമോഷൻ നിയമനം വരും. അതിലൊക്കെ നിങ്ങൾക്ക് എന്താണ് അപ്ലൈ ചെയ്യാനൊക്കെ ഉള്ള ഒരു കാര്യങ്ങളുണ്ടെന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. അപ്പോൾ 72 വേക്കൻസി ഉണ്ട് ഇതിൽ. ഇപ്പോൾ ഇത് മാത്രമല്ല കേട്ടോ, ഇനിയും വേറെ MTS, വേറെ ട്രേഡ് വൈസ് MTS വേറെ ഉണ്ട്. ഇത് ജനറലാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് 72 വേക്കൻസി 27 വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. 27 വയസ്സെന്ന് പറയുന്നത് നിങ്ങൾക്ക് SC/ST ആണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന 32 വയസ്സിൽ അപ്ലൈ ചെയ്യാം. OBC ആണെങ്കിൽ നിങ്ങൾക്ക് 30 വയസ്സിൽ അപ്ലൈ ചെയ്യാം. ഇനി PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 10 മുതൽ 5 വർഷം വരെ ഏജ് റിലാക്സേഷൻ്റെ, എക്സ് സർവീസ്മാനൊക്കെ ഏജ് റിലാക്സേഷൻ ആയിരിക്കും. അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് വെറും 10ാം ക്ലാസ് മാത്രം മതി യോഗ്യത. 10ാം ക്ലാസ് ഇനി അതിൻ്റെ മുകളിൽ യോഗ്യത ഉണ്ടെങ്കിലും യാതൊരു പ്രശ്നവുമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് 10th പാസ് ആയിരിക്കുക എന്നുള്ളതാണ്. 10th അതിന് ഇക്വലൻ്റ് ആയുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കുക. 10ാം ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾക്ക് വേറെ ഉയർന്ന ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാം, ഒരു പ്രശ്നവുമില്ല, നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഒരു വേക്കൻസിയുടെ കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ നിങ്ങൾക്കിവിടെ കാണാം MTS. ഇതാണ് MTSൽ തന്നെ നമുക്ക് 2 രീതിയിലാണ് വരുന്നത്. ഒന്ന് നമുക്ക് ജനറലായിട്ട് വരുന്നുണ്ട്, പിന്നെ വരുന്ന ഇവിടെ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുക A മുതൽ I വരെ വരുന്നുണ്ട്. ഈ A മുതൽ I വരെ എന്ന് പറയുന്നത് വിവിധ ട്രേഡുകളാണ്. ഫീൽഡ് അറ്റൻഡൻറ്റ്, പഞ്ചകർമ്മ അറ്റൻഡൻറ്റ്, അതുപോലെ ഫാർമസി അറ്റൻഡൻറ്റ്, ഡ്രസ്സർ, കുക്ക്, വാർഡ് ബോയ്, ദെൻ വാർഡ് ആയ, ദെൻ അനിമൽ അറ്റൻഡൻറ്റ്, ദെൻ മെഷീൻ റൂം അറ്റൻഡൻറ്റ്, ഇങ്ങനെ വിവിധ ട്രേഡ് വൈസ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത അതിൻ്റെ പേ സ്കെയിൽ കൂടെ കാണാം കേട്ടോ. ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ, ഇതും ഗ്രൂപ്പ് C ആണ്. ഇതിൽ 107 വേക്കൻസി ഇതിൽ മാത്രമായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ A മുതൽ I വരെയാണിത് വരുന്നത് കേട്ടോ. നമ്മളിപ്പം ജനറലായിട്ട് പറഞ്ഞത് അതിൻ്റെ കോഡ് ഇവിടെ കാണാൻ നിങ്ങൾക്ക് അതിൻ്റെ സീരിയൽ നമ്പറായിട്ട് വരുന്നത് J ആണ്, ലെറ്റർ J ആണ്.
ഓക്കെ, ഇത് ലെറ്റർ ജെ ആണ്. അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാനാണ് നിങ്ങൾക്ക് ഈ പറയുന്ന ജസ്റ്റ് 10ാം ക്ലാസ് മതി. പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന എ മുതൽ ഐ വരെ എന്നുള്ള ഈ MTSലേക്ക് അപ്ലൈ ചെയ്യാൻ വെറും 10ാം ക്ലാസ് മാത്രം പോരാ. അതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അതിൻ്റെ അടുത്താണ് ഏജ് ലിമിറ്റ് 107 വേക്കൻസി ഉണ്ട്. അപ്പോൾ അതിൻ്റെ കണ്ടീഷൻസ് ഇവിടെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ITI വേണം. അതത് ട്രേഡുകളിൽ ITI ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന എ മുതൽ ഐ വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഒന്നിലധികം പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഒരു ഉദ്യോഗാർത്ഥിക്ക് എന്താണ് 10ാം ക്ലാസ്സും ITI ഉണ്ട്. അപ്പം 10ാം ക്ലാസ്സും ITI ഉണ്ടെങ്കിൽ ഈ പറയുന്ന ജെ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ല എന്താണ് ഈ പറയുന്ന ഇതിലേതെങ്കിലും സീരിയൽ നമ്പർ ഏത് ട്രേഡിലാണ് നിങ്ങൾക്ക് ITI വെച്ചാൽ ആ ട്രേഡിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, സെപ്പറേറ്റ് ആയിട്ടാണോ അതിൻ്റെ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറയുന്നുണ്ട്, സ്കിപ്പ് ചെയ്യണ്ട. ഓക്കെ, അപ്പോൾ ഇവിടെ ITI കഴിഞ്ഞിരിക്കുക, അത് വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതത് ട്രേഡിൽ കേട്ടോ, ഇവിടെ പറഞ്ഞിരിക്കുന്ന ട്രേഡിലായിരിക്കണം ITI കഴിഞ്ഞിരിക്കേണ്ടത്. അതത് ഡിസിപ്ലിനിൽ നിങ്ങൾ ITI കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ വേറെ രീതി എന്ന് പറഞ്ഞാൽ ITIക്ക് ഇക്വലൻ്റ് ആയുള്ള രീതിയിൽ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് കോഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതിനല്ലെങ്കിൽ വൊക്കേഷണൽ ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന അതത് ട്രേഡിൽ ITIക്ക് ഇക്വലൻ്റ് ആയുള്ള ഏതെങ്കിലും ട്രെയിനിങ് സർട്ടിഫിക്കറ്റോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് വൊക്കേഷണൽ ട്രെയിനിങ് സർട്ടിഫിക്കറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ചിട്ട് എന്ത് ചെയ്യാം, ഡയറക്റ്റായിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ്സും പ്ലസ് എന്താണ് 1 ഇയർ എക്സ്പീരിയൻസ് ഈ പറയുന്ന ഡിസിപ്ലിനിൽ. ഓക്കെ, അതായത് ഈ പറയുന്ന ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ഇവിടെ കാണിക്കാം എന്താ ഈ പറഞ്ഞിരിക്കുന്ന ഫീൽഡ് അറ്റൻഡൻറ്റ് മുതൽ ഈ പറഞ്ഞിരിക്കുന്ന മെഷീൻ റൂം അറ്റൻഡൻറ്റ്, ഈ പറയുന്ന ഏതെങ്കിലും ഒരു ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ടെങ്കിൽ ട്രേഡുമായി ബന്ധപ്പെട്ട് 1 ഇയർ എക്സ്പീരിയൻസും ഉണ്ട്. പ്ലസ് നിങ്ങൾ 10ാം ക്ലാസ് പാസ്സായതാണെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും ആണ് ഈ പറയുന്ന ഇതിൻ്റെ ക്വാളിഫിക്കേഷനായിട്ട് വരുന്നത്. ഇനി അടുത്തത് ഡ്രൈവർ ഓർഡിനറി ഗ്രേഡാണ്. ഡ്രൈവർ ഓർഡിനറി ഗ്രേഡിൻ്റെ പേ സ്കെയിൽ കാര്യങ്ങളൊക്കെ കൂടെ കാണാൻ നിങ്ങൾക്ക് 1 വേക്കൻസി OBCക്കും 4 വേക്കൻസി ജനറലുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് 27 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. പിന്നെ MTSൻ്റെ നമ്മൾ ഈ 107 പോസ്റ്റിൻ്റെയും ഇവിടെ ഒരു 72 ഇല്ലേ, അതിൻ്റെ കമ്പൈൻഡ് ആയിട്ടുള്ള ടോട്ടൽ 179 അപ്പോൾ അതിൽ നിങ്ങൾക്ക് SCക്ക് 20, STക്ക് 12, OBCക്ക് 48, EWS 16, ദെൻ 83 പോസ്റ്റ് ജനറലാണ്. പിന്നെ ഇത്രയാണ്. പിന്നെ ബാക്ക്ലോഗിൽ കുറച്ചൊരു ബാക്ക്ലോഗ് മുൻപിട്ട് റിക്രൂട്ട്മെൻറ്റ് സൈക്കിളിൽ കംപ്ലീറ്റ് ചെയ്യാത്ത വേക്കൻസികളുണ്ട്. OBC SC STക്ക് കുറച്ച് വേക്കൻസികൾ വേറെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ റിസർവേഷൻ വരുന്നത്. ഓക്കെ, കൺഫ്യൂഷൻ വേണ്ട. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഡ്രൈവർ ഓർഡിനറി ഗ്രേഡാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് 27 ഏജ് ലിമിറ്റ്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് 10ാം ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ യോഗ്യത. പ്ലസ് നിങ്ങൾക്ക് അതിൻ്റെ കൂടെ എന്ത് വേണം, വാലിഡ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ് വേണം. അത് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസും വേണം, ഹെവി മോട്ടോർ വെഹിക്കിൾ ലൈസൻസും വേണം. ലൈറ്റും വേണം, ഹെവിയും വേണം, രണ്ടും വേണം. ഒരു 2 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത് സെക്യൂരിറ്റി ഇൻചാർജ് ആണ്. ഗ്രൂപ്പ് CN ആണ്. പെസ്കയിലൂടെ കാണാം. ജനറലാണ് ഒരു വേക്കൻസി. അപ്പോൾ അൺറിസർവ്ഡ് എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് ഏത് കാറ്റഗറിക്കും അപ്ലൈ. അപ്പോൾ നിങ്ങളുടെ റിസർവ്ഡ് വേക്കൻസി ഇല്ലെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജനറലിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. 30 വയസ്സിൽ കൂടാൻ പാടില്ല എന്നുള്ളതാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിലുള്ള ഒരു ബിരുദം പ്ലസ് അറ്റ്ലീസ്റ്റ് 3 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കെയർ ടേക്കിങ്ങിലോ അല്ലെങ്കിൽ വാച്ച് ആൻഡ് വാർഡ് വർക്കിലോ ഉള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. 3 വർഷം ഡിഗ്രി, ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി മതി ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ. ഇനി അടുത്തത് ലബോറട്ടറി അറ്റൻഡൻറ്റ് ഗ്രൂപ്പ് C ആണ്. പെസ്കയിലൂടെ കാണാം നിങ്ങൾക്ക്. ഇതിൽ 2 വേക്കൻസി SCക്ക്, 1 വേക്കൻസി ST, 1 വേക്കൻസി OBC, 5 വേക്കൻസി ജനറൽ വേക്കൻസിയാണ്. 27 ഏജ് ലിമിറ്റ് മാക്സിമം. ഇതിലേക്ക് നിങ്ങൾക്ക് +2 സയൻസ് എടുത്ത് പഠിച്ചിരിക്കണം. ഓക്കെ, +2 നമ്മൾ സയൻസ് എടുത്ത് പഠിച്ചിരിക്കണം. നിങ്ങൾക്ക് 1 ഇയർ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ലബോറട്ടറി അറ്റൻഡൻ്റ് ആയിട്ട് 1 ഇയർ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടല്ലേ, അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അടുത്തത് ജൂനിയർ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജിസ്റ്റ് ആണ്. ഗ്രൂപ്പ് C ആണ്. ഇതിൽ 1 വേക്കൻസി SCക്ക് മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. റിസർവ്ഡ് വേക്കൻസിയാണ്. ഇതിലേക്ക് 28 വയസ്സ് കഴിയാൻ പാടില്ല. ഇതിലേക്ക് നിങ്ങൾക്ക് +2 സയൻസ് എടുത്ത് പഠിച്ചിരിക്കണം, പ്ലസ് DMLTയും ചെയ്തിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യനിൽ ഡിപ്ലോമയും ഉണ്ടായിരിക്കണം, 1 ഇയർ എക്സ്പീരിയൻസും വേണം എന്നുള്ളതാണ്. അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അടുത്ത് ലൈബ്രറി ക്ലർക്ക് ഗ്രൂപ്പ് C വേക്കൻസിയാണ്. അതും ജനറൽ വേക്കൻസിയാണ്. ആർക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. 27 ഏജ് ലിമിറ്റ് വരുന്നത്. ഇതിലേക്ക് +2 സയൻസ് എടുത്ത് പഠിച്ചിരിക്കണം, പ്ലസ് നിങ്ങൾക്ക് എന്താണ് ലൈബ്രറി സയൻസിലുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. വിത്ത് 1 ഇയർ എക്സ്പീരിയൻസും വേണം. അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അടുത്തത് ഓഫ്സെറ്റ് മെഷീൻ ഓപ്പറേറ്റർ ഗ്രൂപ്പ് C വേക്കൻസി തന്നെയാണ്. 1 വേക്കൻസിയാണ്. ജനറൽ 30 മാക്സിമം ഏജ് ലിമിറ്റ് വരുന്നത്. ഇതിലേക്ക് നിങ്ങൾക്ക് 10ാം ക്ലാസ് പാസ്സായിരിക്കണം. അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് വേണം. ഈ പറയുന്ന ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഓഫ്സെറ്റ് പ്രിൻറ്റിംഗ് മെഷീനുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. 3 ഇയർ എക്സ്പീരിയൻസ് വേണം. പിന്നെ നിങ്ങൾക്ക് മെഷീൻ ആൻഡ് ഇറ്റ്സ് മെയിൻ്റനൻസിലുള്ള ബേസിക് നോളജും വേണം. എക്സ്പീരിയൻസും വേണം, അതിൻ്റെ ബേസിക് നോളജും വേണം, സർട്ടിഫിക്കറ്റും വേണം, പിന്നെ 10ാം ക്ലാസ് കാതെ. ഈ 4 കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ ഫാർമസിസ്റ്റ് നിങ്ങൾക്ക് 12 വേക്കൻസിയാണ്. SC 1, ST 2. പിന്നെ ബാക്ക്ലോഗ് വേക്കൻസിയിൽ ഒരു 3 വേക്കൻസി OBCക്കും, 1 വേക്കൻസി EWSഉം, 5 വേക്കൻസി ജനറലും ഉണ്ട് കേട്ടോ. അതിൽ 27 വയസ്സ് വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതിൽ നിങ്ങൾക്ക് ഡിപ്ലോമ ഇൻ ഫാർമസിയോ അല്ലെങ്കിൽ DPharm ആയുർവേദിക് അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒന്നുകിൽ ഡിപ്ലോമ ഇൻ ഫാർമസി അല്ലെങ്കിൽ DPharm നിങ്ങൾക്ക് ആയുർവേദിക് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. 2 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെയുള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാം.
ഇനി അടുത്ത ലോ ഡിവിഷൻ ക്ലർക്ക് ഗ്രൂപ്പ് സി ആണ്. ഇതിലേക്ക് 37 വേക്കൻസിൻ്റെ എസ് സിക്ക് 7, 3 വേക്കൻസി എസ് ടി, ഒ ബി സിക്ക് 9, ഇ ഡബ്ല്യു എസിന് 4, ജനറലിന് 14. പിന്നെ അതിൽ തന്നെ ബാക്ക്ലോഗിൽ ഒരു 3 വേക്കൻസി എസ് സിക്കും 1 വേക്കൻസി എസ് ടിക്കും ഉണ്ട്. 27 വയസ്സ് വരെയുള്ള ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ലോ ഡിവിഷൻ ക്ലർക്കിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾക്ക് +2 പാസ്സാണ്, അല്ലെങ്കിൽ തുല്യമായുള്ള ക്വാളിഫിക്കേഷൻ ജസ്റ്റ് +2 പാസ്സാണെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. +2 ഏത് സ്ട്രീം ആണെങ്കിലും കുഴപ്പമില്ല, ഹ്യൂമാനിറ്റീസ് ഓർ കൊമേഴ്സ് ഓർ സയൻസ് ഏതായാലും കുഴപ്പമില്ല. പിന്നെ നിങ്ങൾക്ക് സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ലോ ഡിവിഷൻ ക്ലർക്ക് ആയതുകൊണ്ട് ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ടൈപ്പിംഗ് ടെസ്റ്റിലൊക്കെ അത്യാവശ്യം വശം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്ക് അപ്ലൈ ചെയ്യട്ടെ, കാരണം നിങ്ങൾക്ക് എക്സാം കഴിഞ്ഞിട്ട് ഇതിൻ്റെ സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ടൈപ്പിംഗ് ടെസ്റ്റ് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇംഗ്ലീഷിലാണെങ്കിൽ 35 വേർഡ് പെർ മിനിറ്റ്, ഇനി ഹിന്ദിയിലാണ് ഇതിൽ ഏതെങ്കിലും ഒന്ന് മതി കേട്ടോ, ഹിന്ദി ഓർ ഇംഗ്ലീഷാണ് ഏതെങ്കിലും ഒന്ന് മതി. ഹിന്ദിയിലാണെങ്കിൽ 30 വേർഡ് പെർ മിനിറ്റുള്ള സ്പീഡിലൊക്കെ നമുക്ക് ടൈപ്പ് ചെയ്യാൻ അറിയണം. പിന്നെ അതിൻ്റെ കീ ഡിപ്രഷൻ അവരൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പം ടൈപ്പിംഗ് അറിയില്ലെങ്കിൽ നിങ്ങൾ ടൈപ്പിംഗ് എന്ത് ചെയ്യാൻ നല്ല പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടായിരിക്കും ഇതിലേക്ക് അപ്ലൈ ആണെങ്കിൽ കേട്ടോ. ജസ്റ്റ് +2 ഉണ്ടെങ്കിൽ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി ഇതിലേക്ക് സ്റ്റെനോഗ്രാഫർ വിളിച്ചിട്ടുണ്ട്, ഗ്രേഡ് 2 ആണ്. ഇതിൽ 14 വേക്കൻസി ഉണ്ട്. എസ് സിക്ക് 2, എസ് ടി 1, ഒ ബി സി, ഇ ഡബ്ല്യു എസ് 1, ഈ ജനറൽ 7. ഇങ്ങനെയാണ് വേക്കൻസി. 27 വയസ്സ് കഴിയാൻ പാടില്ല. ഇതിലേക്കും 10ാം ക്ലാസ് ആണ് യോഗ്യത വരുന്നത്. പിന്നെ അതുപോലെ തന്നെ സ്റ്റെനോഗ്രഫി അറിഞ്ഞിരിക്കണം കേട്ടോ. ഷോർട്ട് ഹാൻഡ് സ്പീഡ് കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. 100 വേർഡ് പെർ മിനിറ്റ്, ടൈപ്പ് റൈറ്റിംഗ് 40 വേർഡ് പെർ മിനിറ്റ് എന്നുള്ള രീതിയിൽ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റെനോഗ്രാഫി ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അത് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. ഇപ്പം ജസ്റ്റ് 10ാം ക്ലാസ് ആണ് ഇതിലേക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനായിട്ട് വരുന്നത്. ഇനി അടുത്തത് അപ്പർ ഡിവിഷൻ ക്ലർക്ക് ഗ്രൂപ്പ് സി ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് 39 വേക്കൻസി ഉണ്ട്. എസ് സിക്ക് 6, അതിൽ ഇൻക്ലൂഡിങ് ബാക്ക്ലോഗ് എസ് സിക്ക് 2 വേക്കൻസി ഇവിടെ ഉൾപ്പെടെയാണ്. ടോട്ടൽ എസ് സിക്ക് 6 വേക്കൻസി കേട്ടോ. പിന്നെ എസ് ടിക്ക് 2, ഒ ബി സിക്ക് 10, ഇ ഡബ്ല്യു എസ് 4, ജനറൽ 17. 27 ആണ് ഏജ് ലിമിറ്റ് മാക്സിമം. ഇതിലേക്ക് ജസ്റ്റ് നിങ്ങൾക്കൊരു ഡിഗ്രി ഉണ്ടെങ്കിൽ അപ്പർ ഡിവിഷൻ ക്ലർക്ക് UDECയിലേക്ക് അപ്ലൈ ചെയ്യാം. 39 വേക്കൻസി ഉണ്ട് കേട്ടോ. ജസ്റ്റ് ഒരു ഡിഗ്രി, എനി ഡിഗ്രി ഉണ്ടെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഒരു ഡിഗ്രി ഉള്ള ഉദ്യോഗാർത്ഥിക്ക് വിവിധ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള സ്കോപ്പ് ഇതിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് വിവിധ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. അതെങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കേട്ടോ. ഇനി സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻറ്റ് ഗ്രൂപ്പ് സി ആണ്. ഇതിലേക്ക് നിങ്ങൾക്കൂടെ കാണാം 2 വേക്കൻസി, ജനറൽ 1, ഒ ബി സി 1, അങ്ങനെയാണ്. 30 ആണ് ഏജ് ലിമിറ്റ് മാക്സിമം. ഇതിലേക്ക് നിങ്ങൾക്ക് സ്റ്റാറ്റിസ്റ്റിക്സിലുള്ള PG ഉണ്ടായിരിക്കുക, മാസ്റ്റേഴ്സ് ഡിഗ്രി. ജസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സിൽ PG ഉണ്ടായിരിക്കുക. അതല്ലെങ്കിൽ മാത്തമാറ്റിക്സിലുള്ള PG ആണെങ്കിൽ നിങ്ങൾക്ക്, മാത്തമാറ്റിക്സിലാണ് നിങ്ങളെ PG എങ്കിൽ നിങ്ങൾക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ചിരിക്കണം. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാറ്റിസ്റ്റിക്സിൽ PG ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ല നിങ്ങൾക്ക് മാത്തമാറ്റിക്സിൽ PG ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് മാത്തമാറ്റിക്സിൽ PG ഉണ്ടെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങളൊരു സബ്ജക്റ്റായിട്ട് നിങ്ങൾ ആ PGയിൽ പഠിച്ചിരിക്കണം. ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രിയും അതോടൊപ്പം തന്നെ ഡിഗ്രി ലെവലിൽ നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സോ അതല്ലെങ്കിൽ മാത്തമാറ്റിക്സോ ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ചിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഡിഗ്രി പഠിച്ചവരാണെങ്കിൽ അവർക്ക് 3 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഓക്കെ, ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ ഹാൻഡിൽ ചെയ്തിട്ടുള്ള 3 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഞാൻ ഒന്നുകൂടെ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് PG, ഓക്കെ, അതായത് ഈ പറയുന്ന മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ്, ഓക്കെ, സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട് എങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് PG മാത്തമാറ്റിക്സിൽ, PG മാത്തമാറ്റിക്സ് നിങ്ങൾ ചെയ്തിട്ടുണ്ട് വിത്ത് അതിൻ്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ചിരിക്കണം ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിൽ അപ്ലൈ ചെയ്യാം. ഇനി അതല്ല PG ഒന്നും നിങ്ങൾക്കില്ല, നിങ്ങൾക്ക് എന്താണ് ഡിഗ്രി ആണുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് ഡിഗ്രി ആണുള്ളത്. അപ്പോൾ ഡിഗ്രി നിങ്ങൾ എന്ത് ചെയ്യണം, ഏത് വിഷയമാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾക്ക് ഡിഗ്രിയിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഡിഗ്രിയുടെ കൂടെ നമ്മൾ ഈ മാത്തമാറ്റിക്സോ അതല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സോ ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ചിരിക്കാനുള്ള കണ്ടീഷനാണ് അത്. ഡിഗ്രി അതുകൊണ്ട് നിങ്ങൾക്ക് ഡിഗ്രി വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഡിഗ്രി ആണ് നിങ്ങളുടെ യോഗ്യത എങ്കിൽ നിങ്ങൾക്ക് 3 ഇയർ എക്സ്പീരിയൻസ് മസ്റ്റാണ് കേട്ടോ. എന്നാൽ PG കഴിഞ്ഞവർക്ക് എക്സ്പീരിയൻസ് നിർബന്ധമല്ല. നിങ്ങൾക്ക് PG വെച്ചിട്ട് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ രീതിയിലുള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 1 ഇതിൽ ഗ്രൂപ്പ് CN ആണ്. 10 വേക്കൻസി, എസ് സിക്ക് 1, ഒ ബി സിക്ക് 2, EWS 1, ജനറൽ 6. 30 വയസ്സ് കഴിയാൻ പാടില്ല എന്നുള്ളതാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് 10ാം ക്ലാസ് കഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ യോഗ്യത. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന 120 വേർഡ് പെർ മിനിറ്റ് എന്നുള്ള രീതിയിൽ റൈറ്റ് ചെയ്യാനും അതുപോലെ ഷോർട്ട് ഹാൻഡ് സ്റ്റെനോഗ്രാഫി ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. സ്പീഡൊക്കെ ഉണ്ടായിരിക്കണം. 3 വർഷത്തെ എക്സ്പീരിയൻസും ഇതിലേക്ക് വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഇനി അടുത്ത റിസർച്ച് അസിസ്റ്റൻ്റ് ആണ്. ഫാർമസി, 1 വേക്കൻസി ജനറലാണ്. നിങ്ങൾക്ക് 30 വയസ്സ് വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതിലേക്ക് MPharm കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതായത് നിങ്ങൾക്ക് ഈ പറയുന്ന ഫാർമസ്യൂട്ടിക്സ് അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ സയൻസോ അല്ലെങ്കിൽ ക്വാളിറ്റി അഷുറൻസോ അല്ലെങ്കിൽ ആയുർവേദ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും സ്പെഷ്യലൈസേഷൻ ആയിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. എക്സ്പീരിയൻസ് ഒന്നും വേണ്ട. ഇനി അടുത്തത് റിസർച്ച് അസിസ്റ്റൻ്റ് ആണ്. ഗാർഡൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. 1 വേക്കൻസി, OBCക്കാണ്. 30 വയസ്സ് കഴിയാൻ പാടില്ല. ഇവിടെ നിങ്ങൾക്ക് PG ആണ് ഇവിടെയും പറയുന്നത്. അത് ബോട്ടണിയോ ഓർ മെഡിസിനൽ പ്ലാനിലോ ആയിരിക്കണം. അതിൽ സ്പെഷ്യലൈസേഷൻ ഫാർമക്കോഗ്നസി ആയിരിക്കണം എന്നുള്ളതാണ്.
ഇനി ഇവിടെ റിസർച്ച് അസിസ്റ്റൻറ്റ് ഓർഗാനിക് കെമിസ്ട്രി ഉണ്ട്, ഒരു വേക്കൻസി ജനറലാണ്. ഇതിൽ നിങ്ങൾക്ക് 30 വയസ്സ് കഴിയാൻ പാടില്ല കേട്ടോ, മാക്സിമം ഏജ് ലിമിറ്റ്. ഇതിൽ നിങ്ങൾക്ക് പി ജി എന്നാണ് പറയുന്നത്, കെമിസ്ട്രിയിലുള്ള പി ജി വിത്ത് സ്പെഷ്യലൈസേഷൻ, ഓർഗാനിക് കെമിസ്ട്രി സ്പെഷ്യലൈസേഷനോടുകൂടിയുള്ള നിങ്ങൾക്ക് കെമിസ്ട്രിയിലുള്ള പി ജി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. എക്സ്പീരിയൻസ് ഒന്നും വേണ്ട. ഇനി അടുത്തത് റിസർച്ച് അസിസ്റ്റൻറ്റ് ഈ പറയുന്ന ഫാർമക്കോളജി ആണ്, ഗ്രൂപ്പ് സി ആണ്, ഒരു വേക്കൻസി ജനറൽ 30 വയസ്സ് വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിലേക്ക് നിങ്ങൾക്ക് എം.ഫാം ഫാർമക്കോളജി അതല്ലെങ്കിൽ എം.ഫാം ആയുർവേദിക് അല്ലെങ്കിൽ എം.എസ്.സി മെഡിസിനൽ പ്ലാന്റ് വിത്ത് സ്പെഷ്യലൈസേഷൻ. ഈ എം.എസ്.സി മെഡിസിനൽ പ്ലാന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യലൈസേഷൻ ഫാർമക്കോളജി ആയിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി അടുത്തത് റിസർച്ച് അസിസ്റ്റൻറ്റ് ബോട്ടണിയാണ്, 5 വേക്കൻസി ഉണ്ട് ഇതിൽ. SC 1, OBC 1, AWS 1, 2 വേക്കൻസി ജനറൽ. 30 വയസ്സ് കഴിയാൻ പാടില്ല. ഇതിലേക്ക് പി ജി എന്നാണ് പറയുന്നത്, ബോട്ടണിയോ അല്ലെങ്കിൽ എം.എസ്.സി മെഡിസിനൽ പ്ലാന്റ്സോ കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് റിസർച്ച് അസിസ്റ്റൻ്റ് ആണ്, കെമിസ്ട്രി ആണ്. ഇതിലേക്ക് 5 വേക്കൻസി, ST 1, OBC 1, AWS 1, ജനറൽ ഉണ്ട്. 30 വയസ്സിലെ മാക്സിമം ഏജ് ലിമിറ്റ് വരുന്നത്. എല്ലാ പോസ്റ്റിലേക്കും റിസർച്ച് വേക്കൻസിയിലേക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ ഇതിലേക്ക് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ പി ജി ആണ്, അതായത് എം.എസ്.സി കെമിസ്ട്രി കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി എം.ഫാം ആയുർവേദിക് ക്വാളിറ്റി കൺട്രോളോ അല്ലെങ്കിൽ എം.എസ്.സി മെഡിസിനൽ പ്ലാന്റ് വിത്ത് എം.എസ്.സി മെഡിസിനൽ പ്ലാന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യലൈസേഷൻ ഫാർമസ്യൂട്ടിക്കൽ അനാലിസിസ് ആയിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ഇങ്ങനെ ഈ പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, യാതൊരു എക്സ്പീരിയൻസോ കാര്യങ്ങളോ വേണ്ട. അപ്പോൾ ഗ്രൂപ്പ് സി പോസ്റ്റൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഗ്രൂപ്പ് ബി പോസ്റ്റിന് ഞാൻ താഴെ നിന്ന് മുകളിലേക്ക് വരാം, കാരണം ഇനി മുകളിലേക്ക് വരുന്നതിൽ കുറച്ചും കൂടെ വലിയ പോസ്റ്റുകളാണ്, ഗ്രൂപ്പ് ബി പോസ്റ്റുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് താഴെ മുതൽ അങ്ങനെ വരുന്നത്. അപ്പോൾ ഗ്രൂപ്പ് ബി പോസ്റ്റിൽ നിങ്ങൾക്ക് അസിസ്റ്റൻറ്റ് റിസർച്ച് ഓഫീസർ ഉണ്ട്, ഫാർമക്കോളജി ആണ്. ഇതിലേക്ക് 4 വേക്കൻസി ഉണ്ട്, SC 1, AWS 1, ജനറൽ ഉണ്ട്. 30 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിലേക്ക് എം.ഫാം ഫാർമക്കോളജി അതല്ലെങ്കിൽ എം.ഫാം ആയുർവേദിക് ഒരു എം.എസ്.സി മെഡിസിനൽ പ്ലാന്റ് ഇത് സ്പെഷ്യലൈസേഷൻ പറയുന്നത് എം.എസ്.സി മെഡിസിനൽ പ്ലാന്റ് ആണെങ്കിൽ ഫാർമക്കോളജിയാണ് സ്പെഷ്യലൈസേഷൻ പറയുന്നത്. 1 ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് സ്റ്റാഫ് നേഴ്സ് ആണ്, ഗ്രൂപ്പ് ബി പോസ്റ്റാണത്. അപ്പോൾ 14 വേക്കൻസി ഉണ്ട്, SC 1, ST 1, OBC 4, AWS 1, ജനറൽ 7 വേക്കൻസി. 30 മാക്സിമം ഏജ് ലിമിറ്റ് വരുന്നത്. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് BSc നഴ്സിംഗ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിൽ, അതായത് ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറിലുള്ള ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം. വിത്ത് 2 ഇയർ എക്സ്പീരിയൻസ് വേണം, അത് ടീച്ചിങ്ങോ റിസർച്ച് എക്സ്പീരിയൻസ് ഉണ്ടായാലും മതി. വിത്ത് നിങ്ങൾക്ക് ഇവിടെ ഈ പറയുന്ന രജിസ്ട്രേഷൻ സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ഇനി അസിസ്റ്റൻറ്റ് ഗ്രൂപ്പ് ബി പോസ്റ്റാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് 13 വേക്കൻസി ഉണ്ട്, SCക്ക് 1, OBCക്ക് 3, AWS 1, ജനറൽ 8. ഇതിൽ 30 വയസ്സ് കഴിയാൻ പാടില്ല. ഏതെങ്കിലും വിഷയത്തിലുള്ള ഒരു ഡിഗ്രിയാണ് പറയുന്നത്. കമ്പ്യൂട്ടറിലുള്ള ജസ്റ്റ് ഒരു നോളജ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. കമ്പ്യൂട്ടറിൽ അത്യാവശ്യം കമ്പ്യൂട്ടറിൻ്റെ വർക്കും കാര്യങ്ങളും അതുപോലെ എന്താണ് മൈക്രോസോഫ്റ്റ് ഓഫീസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് നോളജ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ജസ്റ്റ് ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ ഈ അസിസ്റ്റൻറ്റ് ഗ്രൂപ്പ് ബിയിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേറെ യാതൊരു എക്സ്പീരിയൻസോ മറ്റു കാര്യങ്ങളൊന്നും വേണ്ട. ഇനി ട്രാൻസ്ലേറ്ററാണ്, ഹിന്ദി അസിസ്റ്റൻ്റ് ആണ്. ഇതിലേക്ക് 2 വേക്കൻസിയാണ്, ഒന്ന് OBCക്ക് 1 ജനറലുമാണ്. 30 വയസ്സ് കഴിയാൻ പാടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഹിന്ദിയിൽ PG ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. പക്ഷേ ഇംഗ്ലീഷ് നമ്മളൊരു കമ്പൾസറി അല്ലെങ്കിൽ ഇലക്ടീവ് സബ്ജക്റ്റ് അല്ലെങ്കിൽ മീഡിയം ഓഫ് എക്സാമിനേഷൻ ആയിട്ട് നമ്മൾ ഡിഗ്രി ലെവലിൽ പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. ഇനി അതല്ലെങ്കിൽ ഇംഗ്ലീഷിൽ PG ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ ഹിന്ദി നമ്മളെന്താണ് ഒരു കമ്പൾസറി അല്ലെങ്കിൽ ഇലക്ടീവ് സബ്ജക്റ്റോ അല്ലെങ്കിൽ മീഡിയം ഓഫ് എക്സാമിനേഷൻ ആയിട്ട് ഡിഗ്രി ലെവലിൽ നമ്മൾ പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിൽ ഇംഗ്ലീഷും ഹിന്ദിയോ അല്ലാതെ ഏതെങ്കിലും വിഷയത്തിൽ PG ഉണ്ടെന്ന് വിചാരിക്കുക. പക്ഷേ എങ്കിലും നിങ്ങൾക്ക് എന്തായിരിക്കണം എന്ന് വെച്ചാൽ ഹിന്ദി മീഡിയം ഇംഗ്ലീഷ് ഒരു സബ്ജക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ അതായത് കമ്പൾസറി സബ്ജക്റ്റ് ഇലക്ടീവ് സബ്ജക്റ്റ് ആയിട്ടോ അതല്ലെങ്കിൽ മീഡിയം ഓഫ് എക്സാമിനേഷൻ ആയിട്ടോ നമ്മൾ ഡിഗ്രി ലെവലിൽ പഠിച്ചിരിക്കണം. അങ്ങനെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും വിഷയത്തിലുള്ള PG, പക്ഷേ നിങ്ങൾക്ക് ഇംഗ്ലീഷ് നമ്മുടെ മീഡിയം അതല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ഹിന്ദി ഒരു സബ്ജക്റ്റ് കമ്പൾസറി ഇലക്ടീവ് സബ്ജക്റ്റായിട്ട് നമ്മൾ അല്ലെങ്കിൽ മീഡിയം ഓഫ് എക്സാമിനേഷൻ ആയിട്ട് ഡിഗ്രി ലെവലിൽ നമ്മൾ ഡീൽ ചെയ്തിരിക്കണം എന്നുള്ള പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ PG ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്കിവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഹിന്ദി ഇംഗ്ലീഷ് ഇത് രണ്ടും ഒരു കമ്പൾസറി അല്ലെങ്കിൽ ഇലക്ടീവ് സബ്ജക്റ്റ് ആയിട്ടോ ഇനി ഹിന്ദിയോ ഇംഗ്ലീഷോ ഇതിൽ ഏതെങ്കിലും നിങ്ങളുടെ മീഡിയം ഓഫ് എക്സാമിനേഷൻ ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ കമ്പൾസറി ഓർ ഇലക്ടീവ് സബ്ജക്റ്റ് ആയിട്ടോ ഒക്കെ നമ്മൾ ഡിഗ്രി ലെവലിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ വിവിധ രീതിയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ്റെ നിങ്ങൾക്ക് അത് വെച്ച് അപ്ലൈ ചെയ്യാം. പക്ഷേ ഒരു കണ്ടീഷൻ എന്താ വെച്ചാൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കോഴ്സ് നിങ്ങൾ ചെയ്തിരിക്കണം. അതായത് ട്രാൻസ്ലേഷൻ ഹിന്ദി ടു ഇംഗ്ലീഷിലേക്കും ഹിന്ദി ടു ഇംഗ്ലീഷ് ടു ഹിന്ദിയിലേക്കൊക്കെ ഉള്ള ആ ഒരു ഡിപ്ലോമ കോഴ്സ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കോഴ്സ് ചെയ്തിരിക്കണം. പ്ലസ് നിങ്ങൾക്ക് എന്താണ് 2 ഇയർ വർക്കിംഗ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജിസ്റ്റാണ് ഗ്രൂപ്പ് ബി. ഇതിലേക്ക് 15 വേക്കൻസി ഉണ്ട്. SCക്ക് 2, ST 2, OBC 3, EWS 1, ജനറൽ 7 വേക്കൻസി. 35 വയസ്സ് കഴിയാൻ പാടില്ല. ഇതിലേക്ക് നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ മെഡിക്കൽ ലബോറട്ടറി സയൻസിലുള്ള ബിരുദമാണ് പ്ലസ് 2 ഇയർ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഗ്രൂപ്പ് ബി പോസ്റ്റ് കഴിഞ്ഞു. ഇനി ഗ്രൂപ്പ് എ കാറ്റഗറിയിലുള്ള പോസ്റ്റാണ്. അപ്പോൾ ഗ്രൂപ്പ് എ പോസ്റ്റിലും കൂടെ കാണാം റിസർച്ച് ഓഫീസർ പത്തോളജിയാണ്. ഇതിലേക്ക് ജനറലാണ് ഒരു വേക്കൻസി. ഇതിലേക്ക് MD ഇൻ പത്തോളജിയാണ് പറയുന്നത് ക്വാളിഫിക്കേഷൻ. അതുപോലെ തന്നെ എൻറോൾ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. സെൻട്രൽ രജിസ്റ്റർ ഓഫ് MCA ഓർ സ്റ്റേറ്റ് രജിസ്റ്റർ ഓഫ് മെഡിക്കൽ കൗൺസിലർ രജിസ്റ്റർ ചെയ്തിരിക്കണം. അങ്ങനെയുള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാം. ദെൻ റിസർച്ച് ഓഫീസർ ആയുർവേദ ഉണ്ട് ഗ്രൂപ്പ് എ ആണ്. 15 വേക്കൻസി അതിൽ വരുന്നുണ്ട്. ഇതിലേക്ക് 40 വയസ്സ് കഴിയാൻ പാടില്ല. പിന്നെ ഇതിലേക്ക് PG ആണ് പറയുന്നത്. MD ഓർ MS ആണ് ആയുർവേദ.
ലുള്ള അതോടൊപ്പം തന്നെ സെൻട്രൽ രജിസ്റ്റർ ഓഫ് ഈ CCIMലോ അല്ലെങ്കിൽ സ്റ്റേറ്റ് രജിസ്റ്റർ ഓഫ് നിങ്ങൾക്ക് ആയുർവേദ ഒരു ISMലോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, എൻറോൾ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ വേക്കൻസി ഡീറ്റെയിൽസ്. അപ്പോൾ ഇതാണ് നോട്ടിഫിക്കേഷൻ്റെ ഫസ്റ്റ് നിങ്ങളുടെ കാണാൻ നോട്ടിഫിക്കേഷൻ നമ്പറോടെ കാണാം. വേക്കൻസി അനൗൺസ്മെൻ്റ് ആണിട്ട് ഗ്രൂപ്പ് എ ഗ്രൂപ്പ് ബി പോസ്റ്റിലേക്ക് പെർമനൻറ്റ് വേക്കൻസിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് നമുക്ക് ആയിട്ടില്ല. ഓഗസ്റ്റ് 1 മുതലാണ് ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്ലോസിംഗ് ഡേറ്റ് ഓഗസ്റ്റ് 31 കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ള വീഡിയോയുടെ അവസാനം ഞാൻ ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ ഇതിൻ്റെ മോഡിഫിക്കേഷൻ നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുകൾ എന്തെങ്കിലും കറക്റ്റ് ചെയ്യാനുള്ളൊരു ഡേറ്റ് അവർ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഈ കറക്ഷൻ ഡേറ്റ് ഉണ്ടെന്ന് വിചാരിച്ചാൽ അതിൽ മോഡിഫിക്കേഷൻ ഡേറ്റ് ഉണ്ട് വിചാരിച്ച് നിങ്ങളത് തെറ്റി അപ്ലൈ ചെയ്യാൻ നിൽക്കരുത്. വ്യക്തമായ രീതിയിൽ തന്നെ അപ്ലൈ ചെയ്യുക കേട്ടോ. ഇവിടെ 3 സെപ്റ്റംബർ ടു നിങ്ങൾക്ക് അവിടെ കാണാം. ക്ലോസിങ് 5 സെപ്റ്റംബർ വരെ ഒരു സമയം അവർ അനുവദിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങൾ മാക്സിമം എറർ ഇല്ലാതെ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക കേട്ടോ. ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയറാണ്. ഇപ്പോൾ ഗ്രൂപ്പ് എ പോസ്റ്റ് ഉണ്ടല്ലോ, നമ്മൾ പറഞ്ഞ ഗ്രൂപ്പ് എ പോസ്റ്റിലേക്കെല്ലാം കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമും ഉണ്ടായിരിക്കും, ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. എന്നാൽ ഗ്രൂപ്പ് ബി ഗ്രൂപ്പ് സി പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ഉണ്ടാവും. ഓക്കെ, അതാണ് നിങ്ങളുടെ സെലക്ഷൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. എന്നാൽ ഗ്രൂപ്പ് എ പോസ്റ്റിലേക്ക് 70 മാർക്ക് നമുക്ക് എക്സാമിനും 30 മാർക്ക് ഇൻ്റർവ്യൂവിനും എന്നുള്ള രീതിയിലാണ് അതിൻ്റെ വെയിറ്റേജ് വരിക. എന്നാൽ ഗ്രൂപ്പ് ബി ഗ്രൂപ്പ് സി പോസ്റ്റിലേക്ക് 100 മാർക്കും നമ്മുടെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ അടിസ്ഥാനമാണ് സെലക്ഷൻ ഉണ്ടാകുക. പിന്നെ ക്വാളിഫൈങ് നേച്ചറിലാണെങ്കിൽ സ്കിൽ ടെസ്റ്റ്, അതുപോലെ നിങ്ങൾക്ക് ഈ പറയുന്ന മറ്റേ ടൈപ്പിംഗ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ചില പോസ്റ്റിലേക്ക്, എല്ലാ പോസ്റ്റിലേക്കും ഉണ്ടാവില്ല, ചില പോസ്റ്റിലേക്ക് മാത്രം നമ്മൾ പറഞ്ഞു. ഇപ്പോൾ സ്റ്റെനോഗ്രാഫറൊക്കെ ആണെങ്കിൽ അതിലേക്ക് നിങ്ങൾക്ക് ഈ പറയുന്ന സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 1 ആണെങ്കിലും ഗ്രേഡ് 2 ആണെങ്കിലും അതിലേക്ക് നിന്നുണ്ടായിരിക്കും നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് സ്കിൽ ടെസ്റ്റ് ഉണ്ടാവും. അതൊക്കെ ക്വാളിഫൈ നേച്ചറാണ്. അപ്പോൾ സ്കിൽ ടെസ്റ്റിൻ്റെ ക്രൈറ്റീരിയ കാര്യങ്ങളൊക്കെ കൂടെ പറയുന്നുണ്ട് കേട്ടോ. സ്റ്റെനോഗ്രാഫിയുടെ ആ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നവർ അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇനിയിപ്പോൾ അപ്പർ ഡിവിഷൻ ക്ലർക്ക് ആണെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് മൾട്ടിപ്പിൾ ചോയ്സ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ഉണ്ടായിരിക്കുക. അങ്ങനെയാണെങ്കിലും ഇവിടെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് അതിന് എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് കോഴ്സോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ നിങ്ങൾക്ക് ഇതിൽ സെലക്ട് ആയി കഴിഞ്ഞാൽ അപ്പോയിൻമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ പറയുന്ന ബേസിക് കമ്പ്യൂട്ടർ നോളജൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നിങ്ങളത് അത് നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ നോളജ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് അപ്ലൈ ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സെലക്ട് ആകുമ്പോഴത്തേക്ക് നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ ബേസിക്കായിട്ട് കമ്പ്യൂട്ടറിൻ്റെ എല്ലാ കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചാൽ മതി എന്നുള്ളതാണ് ഇതുകൊണ്ടൊക്കെ നിങ്ങൾ അർത്ഥമാക്കേണ്ടത് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെ ലോ ഡിവിഷൻ ക്ലർക്കിൻ്റെ സെലക്ഷൻ പ്രോസസ്സാണ്. അതിലേക്ക് നിങ്ങൾക്ക് ഓൺലൈൻ എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ആ ഒരു സ്പീഡിൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ല 35 വേർഡ് പെർ മിനിറ്റ് എന്നുള്ള രീതിയിലൊക്കെ ടൈപ്പ് ചെയ്യാൻ അറിയുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ അതിൻ്റെ സ്കിൽ ടെസ്റ്റ് ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. ടൈപ്പിംഗ് ടെസ്റ്റിൻ്റെ ലോ ഡിവിഷൻ LDCൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. 35 വേർഡ് പെർ മിനിറ്റ് എന്നുള്ള രീതിയിൽ ഇംഗ്ലീഷിൽ. ഈ ഹിന്ദിയിലാണെങ്കിൽ നിങ്ങൾക്ക് 30 വേർഡ് പെർ സ്പീഡിൽ ടൈപ്പ് ചെയ്താൽ മതി. ഏതെങ്കിലും ഒരു മീഡിയം ചെയ്താൽ മതി, രണ്ടും വേണ്ട ആവശ്യമില്ല. പിന്നെ അതുപോലെ തന്നെ ഹിന്ദി അസിസ്റ്റൻറ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്ലേഷൻ സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള പോസ്റ്റിലേക്ക് ചില പോസ്റ്റിലേക്ക് മാത്രമേ സ്കിൽ ടെസ്റ്റ് ഉള്ളൂ കേട്ടോ. ബാക്കിയുള്ള പോസ്റ്റിലേക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ മാത്രം ഉണ്ടായിരിക്കുക. അപ്പോൾ എല്ലാ പോസ്റ്റിലേക്കും സ്കിൽ ടെസ്റ്റോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അത് അതിൻ്റെ പർപ്പസിനനുസരിച്ചായിരിക്കും ഉണ്ടായിരിക്കും, ഏത് പോസ്റ്റ് അതിനനുസരിച്ചായിരിക്കും. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് 0.25 മാർക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷന് നെഗറ്റീവായിട്ട് 0.25 മാർക്ക് പിടിക്കും. ഇനി MTS പോസ്റ്റിലേക്ക് നെഗറ്റീവ് മാർക്ക് ഇല്ല എന്ന് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, ഓൺലൈൻ എക്സാം എഴുതുമ്പോൾ അതിൻ്റെ ഇൻസ്ട്രക്ഷനെ കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യണം കേട്ടോ. അതിലുണ്ടാവും അതിൻ്റെ കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കണം. അപ്പോൾ പക്ഷേ ബാക്കി എല്ലാ പോസ്റ്റിലേക്ക് നെഗറ്റീവായി തെറ്റായി രേഖപ്പെടുത്തിയാൽ 2.5 മാർക്ക് പിടിക്കും. MTSന് നെഗറ്റീവ് മാർക്കില്ല, തെറ്റായി രേഖപ്പെടുത്തിയാൽ നെഗറ്റീവ് മാർക്കില്ല എന്നാണ് പറയുന്നത് കേട്ടോ നോട്ടിഫിക്കേഷൻ പ്രകാരം. പിന്നെ അപ്പോൾ ഞാനൊന്ന് കൺക്ലൂഡ് ചെയ്യാം. നിങ്ങൾക്ക് ഗ്രൂപ്പ് എ പോസ്റ്റിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ഉണ്ടാവും, പ്ലസ് 30 മാർക്കിൻ്റെ ഇൻ്റർവ്യൂ, 70 മാർക്കിൻ്റെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം പ്ലസ് 30 മാർക്കിൻ്റെ ഇൻ്റർവ്യൂ. ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ടാണ് ഫൈനൽ ലിസ്റ്റ് തയ്യാറാക്കുക. എന്നാൽ ഗ്രൂപ്പ് ബി അതുപോലെ ഗ്രൂപ്പ് സി പോസ്റ്റിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് എക്സാമിനേഷൻ, അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനിൽ നിങ്ങൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യുക. അതാണ് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിലേക്ക് നിങ്ങൾ എത്തിക്കുന്നത്. ഓക്കെ, ആ ലിസ്റ്റിലേക്ക് ഫസ്റ്റ് പൊസിഷനിലേക്ക് നിങ്ങൾ എത്തിക്കുന്നത്. ഓക്കെ, മറ്റേത് സ്കിൽ ടെസ്റ്റ് അല്ലെങ്കിൽ മറ്റേ ടൈപ്പിംഗ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങൾ ക്വാളിഫൈ ചെയ്യേണ്ട കാര്യങ്ങളുള്ളൂ. അതിൽ കൂടുതൽ നമ്മൾ സ്കോർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കുക എന്നുള്ള കാര്യങ്ങളാണ്. ഇതിൻ്റെ സിലബസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് വ്യക്തമായിട്ട്. ഞാൻ സിലബസ് നോക്കി നിങ്ങൾ എവിടെയും പോകേണ്ട ആവശ്യമില്ല. ഓരോ പോസ്റ്റിൻ്റെയും നേരെ നിങ്ങൾക്കൂടെ കാണാം, സിലബസ് കാണാം, അതിൻ്റെ ടോട്ടൽ മാർക്ക് വരുന്നത്, അതിൻ്റെ വെയിറ്റേജ് കാര്യമൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് വായിക്കേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു. നിങ്ങൾ നോട്ടിഫിക്കേഷൻ എടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇതിനനുസരിച്ചുള്ള ബെസ്റ്റ് ബുക്കുകളൊക്കെ, നല്ല റിവ്യൂസുള്ള ബുക്കുകളുടെ ലിങ്കൊക്കെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ എല്ലാവിധ ചാനലുകളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക. അത് ടെലഗ്രാം, വാട്സപ്പ്, അതുപോലെ ഇൻസ്റ്റഗ്രാം, ഇതിലെല്ലാം നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പം കറക്റ്റായിട്ട് നമ്മളതിൽ അതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി അപ്ലിക്കേഷൻ ഫീ വരുന്നുണ്ട്. ഇതിലേക്ക് SC/ST PWD എക്സ് സർവീസ്മാൻ ഒന്നും, അതുപോലെ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഏത് കാറ്റഗറി ആണെങ്കിലും അവർക്ക് ഫീ ഇല്ല. അങ്ങനെയാണെങ്കിൽ അവർക്കൊരു പ്രോസസ്സിംഗ് ഫീ ആയിട്ട് കൊടുക്കണം കേട്ടോ. പ്രോസസ്സിംഗ് ഫീ അവർക്കുണ്ട്, പക്ഷേ ബാക്കിയുള്ള ഉദ്യോഗാർത്ഥികൾ അടിക്കുന്ന രീതിയിലുള്ള ഫീ അവർക്കില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഗ്രൂപ്പ് എ പോസ്റ്റിലേക്കാണെങ്കിൽ ഇവിടെ കാണാൻ നിങ്ങൾക്ക്
പ്രോസസ്സിംഗ് ഫീ 500 വരുന്നത്. അതല്ലാതെ ജനറൽ OBC മറ്റ് കാൻഡിഡേറ്റ്സ് മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 1000 രൂപയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സാമിനേഷൻ ഫീ എന്ന് പറഞ്ഞുള്ള നമുക്ക് ആ റോ ബ്ലാങ്ക് ആണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ ഇപ്പോൾ SC/ST OBC അതുപോലെ PWD ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഗ്രൂപ്പ് എയിലേക്ക് അപ്ലൈ ആണെങ്കിൽ ഒരു 500 അടിക്കേണ്ടി വരും. ജനറൽ OBC ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഒരു 1000 രൂപ അടിക്കേണ്ടി വരും എന്നുള്ളതാണ്. പിന്നെ ഇവിടെ നിങ്ങൾക്കിവിടെ കാണാം ഗ്രൂപ്പ് B പോസ്റ്റിൽ 200 രൂപയാണ് ഈ പറയുന്ന പ്രോസസ്സിംഗ് ഫീ. അപ്പം പ്രോസസ്സിംഗ് ഫീ എല്ലാ ഉദ്യോഗാർത്ഥികളും അടിക്കണം. പ്ലസ് ഈ പറയുന്ന ജനറൽ OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഒരു 500 രൂപയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ചെറിയൊരു സംശയം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എക്സാമിനേഷൻ ഫീ എന്ന് പറഞ്ഞിട്ട് അവർ കൊടുത്തിട്ടില്ല. സാധാരണ എക്സാമിനേഷൻ ഫീം പാട് ഇട്ടിട്ട് അത് റൗണ്ട് ചെയ്തിട്ടാണ് പറയാറുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ അത് ക്ലിയർ ചെയ്ത് തരാം കേട്ടോ അതിൻ്റെ കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൺഫ്യൂഷൻ വേണ്ട. അപ്പോൾ എന്തായാലും ഈ പറയുന്ന SC/ST അതുപോലെ EWS എക്സ് സർവീസ്മാൻ അതുപോലെ ഈ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് അവർ ഫീ ഇല്ലയെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ പറഞ്ഞിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഒരു പ്രോസസ്സിംഗ് ഫീ എന്ത് ചെയ്യണം, എല്ലാ ഉദ്യോഗാർത്ഥികളും അടിക്കണം എന്ന് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ അടിക്കേണ്ട അതിൻ്റെ ക്ലാരിറ്റി ഞാൻ തരുന്നുണ്ട്. അതുപോലെ ഗ്രൂപ്പ് C ആണെങ്കിൽ പ്രോസസ്സിംഗ് ഫീ 100 രൂപയാണ്. അപ്പോൾ SC/ST അതുപോലെ PWD ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർ 100 രൂപ അടിക്കേണ്ടി വരും. അപ്പോൾ ജനറൽ OBC മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 200 രൂപ മതി കേട്ടോ. അപ്പോൾ ഈ പറയുന്ന ഗ്രൂപ്പ് C പോസ്റ്റിലെല്ലാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവൻ കാണട്ടോ. എന്താണ് ഗ്രൂപ്പ് C, എന്താണ് ഗ്രൂപ്പ് B പോസ്റ്റൊക്കെ ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, ഓൺലൈനായിട്ടാണ് ഫീ അടിക്കേണ്ടത്. പിന്നെ എക്സാമിനേഷൻ സിറ്റിയാണ്. അപ്പോൾ നമുക്ക് കേരളത്തിൽ തിരുവനന്തപുരം അല്ലെങ്കിൽ കൊച്ചിയിലാണ് സെൻറ്റർ ഉണ്ടായിരിക്കുക കേട്ടോ. ഓക്കെ, അതോടൊപ്പം തന്നെ തമിഴ്നാട് നിങ്ങൾക്ക് ഇതാ ചെന്നൈ ഒക്കെ ഉണ്ട്, പിന്നെ ബാംഗ്ലൂർ ഉണ്ട്. ഓക്കെ, അവിടെയൊക്കെ പോയിട്ട് വേണമെങ്കിൽ നമുക്ക് എക്സാം എഴുതാം. പിന്നെ മറ്റു സ്ഥലങ്ങൾ ഇവിടെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് സെൻറ്ററായിട്ട് നോക്കാവുന്നതാണ്. ഇനി ഓൺലൈനായിട്ടാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒന്നിലധികം പോസ്റ്റിലേക്ക് ഇപ്പം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ഇപ്പോൾ ഒരു ഡിഗ്രിയൊക്കെ ഉള്ള ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഒരു 3-4 ടൈപ്പ് പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണം. ഓക്കെ, സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണം എന്ന് വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഫീ അടിക്കണം. ഓക്കെ, സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണം, സെപ്പറേറ്റ് ആയിട്ട് ഫീ അടിക്കണം. പക്ഷേ ഒരു കണ്ടീഷൻ മാത്രം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ലോഗിൻ ID നമ്മൾ രജിസ്ട്രേഷൻ ഒരു തവണ ചെയ്താൽ മതി. ആ സെയിം ലോഗിൻ ID അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ക്രെഡൻഷ്യൽ യൂസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ കംപ്ലീറ്റ് പിന്നീട് അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, വിവിധ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ വേറെ എന്ത് ചെയ്യാൻ പറ്റില്ല, രജിസ്റ്റർ ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ വൺസ് ഇപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്ത് നമുക്കൊരു റെഫറൻസ് നമ്പർ ഉണ്ടാവും. ഓക്കെ, നമ്മുടെ ഒരു രജിസ്ട്രേഷൻ നമ്പർ, റെഫറൻസ് നമ്പർ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ നമ്പർ വിചാരിക്കുക, ഒരു നമ്പർ ഉണ്ടാവും. അത് വെച്ചിട്ടാണ് പിന്നെ നമ്മൾ ലോഗിൻ ചെയ്യുക. അത് ലോഗിൻ ചെയ്തിട്ട് തന്നെയാണ് പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, വീണ്ടും മറ്റ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അതല്ലാതെ നമ്മൾ ഓരോ പോസ്റ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ പുതുതായിട്ട് നമ്മൾ എന്താണ് റെഫറൻസ് നമ്പർ ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അപേക്ഷയൊക്കെ റിജക്റ്റ് ആയി പോകും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു തവണ രജിസ്റ്റർ ചെയ്യുക, പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഒരു പോസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് അപ്ലൈ ചെയ്ത് സബ്മിറ്റ് ചെയ്യുക, ദെൻ വീണ്ടും വന്നിട്ട് എന്ത് ചെയ്യുക, ലോഗിൻ ചെയ്യുക, രണ്ടാമത്തെ പോസ്റ്റ് സെലക്ട് ചെയ്യുക, അതിൻ്റെ കംപ്ലീറ്റ് പ്രോസസ്സ് അതുപോലെ ചെയ്യുക, ആപ്ലിക്കേഷൻ ഫീ അടിക്കുക, അത് സബ്മിറ്റ് ചെയ്യുക. അങ്ങനെ സെപ്പറേറ്റ് അപ്ലൈ ചെയ്യണം. പക്ഷേ റെഫറൻസ് നമ്പർ ഒന്നേ പാടുള്ളൂ, നമ്മൾ വീണ്ടും ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണം വെച്ചാൽ സ്കാൻഡ് ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യണം, സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം. SC/ST OBC EWS കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടി തയ്യാറാക്കിയ കാറ്റഗറി സർട്ടിഫിക്കറ്റ്. OBC ആണെങ്കിൽ OBC കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഒന്നല്ല വേണ്ടത്. പ്രത്യേക എല്ലാ ഉദ്യോഗാർത്ഥികളും ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്. OBC NCL സർട്ടിഫിക്കറ്റ്, OBCയിൽ തന്നെ 2 കാറ്റഗറി ഉണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട് വീഡിയോയിൽ, എങ്കിലും പറയുകയാണ്. OBCയിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട 2 കാറ്റഗറി ഉണ്ട്. ഒന്ന് ഇതിൽ ക്രിമിലിയർ വിഭാഗം എന്ന് പറയും. ഒന്ന് ക്രിമിലിയർ, അതായത് 8 ലക്ഷത്തിൻ്റെ മുകളിലൊക്കെ വാർഷിക വരുമാനമുള്ളവരോ അല്ലെ, അതായത് അവരുടെ ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത്, അതായത് ഇപ്പം നിങ്ങളുടെ ഈ പറയുന്ന പാരൻസ് അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ ഗവൺമെൻറ് ജോലിയൊക്കെ, നമ്മുടെ കുടുംബത്തിൽ ഗവൺമെൻറ് ജോലിയൊക്കെ ഉണ്ട്, അങ്ങനെയുള്ളവർക്കൊന്നും ഈ നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് ലഭിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികളാണ് ക്രിമിലിയർ വിഭാഗത്തിൽ പെടുന്നത്. നോൺ ക്രിമിലിയർ വിഭാഗം എന്ന് പറയുന്നത് നിങ്ങൾക്ക് 8 ലക്ഷം വാർഷിക വരുമാനം 8 ലക്ഷത്തിനൊക്കെ താഴെ വരുന്നവരാണ്. 8 ലക്ഷം എന്നതിൻ്റെ ഒരു ഓർമ്മ എടുത്ത് പറയുകയാണ്, ഇതിൽ വേരിയേഷൻ ഉണ്ട്, ക്ഷമിക്കണം. 8 ലക്ഷമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു 8 ലക്ഷത്തിന് താഴെ ആണെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഈ പറയുന്ന OBC NCL സർട്ടിഫിക്കറ്റ് ലഭിക്കും. ഓക്കെ, അപ്പോൾ ലെസ് ദാൻ 8 ലാഖിന് താഴെ ആണെങ്കിൽ നിങ്ങൾക്ക് OBC NCL സർട്ടിഫിക്കറ്റ് ലഭിക്കില്ല. അത് വെറുതെ തരുന്നല്ല, നമ്മുടെ വില്ലേജിൽ നിന്ന് അത് വെരിഫൈ ചെയ്തിട്ട് താലൂക്കിലേക്ക് കൊടുത്ത് അങ്ങനെയാണ് കിട്ടുക. ഓക്കെ, താലൂക്കിൽ നിന്ന് തഹസിൽദാർ ഇഷ്യൂ ചെയ്ത് തരണം. നമ്മുടെ സ്റ്റേറ്റ് പർപ്പസിന് വേണ്ടിയല്ല, നമ്മൾ സെൻട്രൽ ഗവൺമെൻറ് പർപ്പസാണ്, പ്രത്യേകം ശ്രദ്ധിക്കണം. അതൊക്കെ നമ്മളതിൽ വ്യക്തമായിട്ട് ആ സെയിം ഫോർമാറ്റിലുള്ള സർട്ടിഫിക്കറ്റുകളായിരിക്കണം എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എങ്കിലേ നമുക്ക് ഈ പറയുന്ന ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്തൊക്കെ നമുക്ക് പ്രശ്നങ്ങളില്ലാതെ പെട്ടെന്ന് നമുക്ക് ആ ഒരു വെരിഫിക്കേഷനൊക്കെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലാതെ നമ്മൾ OBC കാസ്റ്റ് സർട്ടിഫിക്കറ്റ് എടുത്ത് വെച്ചിട്ട് കാര്യമില്ല. ഇനി അത് മാത്രമല്ല, ഇത്തരത്തിലുള്ള OBC കാൻഡിഡേറ്റ്സ് ഒക്കെ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യും,
അപ്പോൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചില ഓൺലൈൻ ആപ്ലിക്കേഷനിൽ നമ്മുടെ സർട്ടിഫിക്കറ്റ് ഒന്നും അപ്ലോഡ് ചെയ്യേണ്ടിയില്ല. നമ്മൾ ജസ്റ്റ് നമ്മളോട് ഓൺലൈൻ അപേക്ഷയിൽ ചോദിക്കും OBC NCL ആണെന്ന് ചോദിക്കും. അത് നമ്മൾ യെസ് നിന്ന് ഡിക്ലെയർ ചെയ്യും. പക്ഷേ നമുക്കവിടെ സർട്ടിഫിക്കറ്റ് ഒന്ന് അപ്ലോഡ് ചെയ്യുക, സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് ചില ഫോമിൽ കൊടുക്കേണ്ടി വരില്ല. പക്ഷേ നമ്മൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് പോകുന്ന സമയത്താണ് നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടി വരിക. അത് വിചാരിച്ച് അവരെന്ത് വെച്ചാൽ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് പോകുമ്പോൾ നമുക്ക് സർട്ടിഫിക്കറ്റ് എടുക്കാമെന്ന് വിചാരിക്കും. പക്ഷേ ആ ഒരു സർട്ടിഫിക്കറ്റ് അത് വാലിഡ് അല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം നമ്മൾ ഏത് പോസ്റ്റിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് ആ സമയത്ത് അത് ക്ലോസിംഗ് ഡേറ്റിൻ്റെ ഉള്ളിലുള്ള വാലിഡ് സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. അത് നമ്മൾ അപ്ലോഡ് ചെയ്താലും അപ്ലോഡ് ചെയ്തില്ലെങ്കിലും ആ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ PWD ആണെങ്കിൽ അങ്ങനെയുള്ള ശാരീരിക പ്രശ്നങ്ങളുള്ള വിദ്യാർത്ഥികളനുസരിച്ചുള്ള സർട്ടിഫിക്കറ്റിൽ എന്ത് ചെയ്യണം, അവർ അപ്ലോഡ് ചെയ്യണം. പിന്നെ മറ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ സർട്ടിഫിക്കറ്റ്, നമ്മുടെ എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ തുടങ്ങിയിട്ടുള്ള എല്ലാ സർട്ടിഫിക്കറ്റൊക്കെ നമ്മളതിലേക്ക് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. ഓക്കെ. ഇനി ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യണമെങ്കിൽ പാസ്വേഡ് ഫോട്ടോഗ്രാഫ് 20 KB 50 KB ഇടയിൽ ഫയൽ സൈസ് ആയിരിക്കണം. 200x200 പിക്സലായിട്ട് അതിൻ്റെ ഡയമെൻഷൻ വരേണ്ടത്. പിന്നെ സിഗ്നേച്ചർ ആണെങ്കിൽ ബ്ലാക്ക് പേന കൊണ്ട് വൈറ്റ് പേപ്പറിൽ സൈൻ ചെയ്തിട്ട് വേണം സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ. സിഗ്നേച്ചർ 10 KB 20 KB ഇടയിലായിരിക്കണം. ഫയൽ സൈസ് 150x60 അതിൻ്റെ ഡയമെൻഷൻ വേണ്ടത്. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡോക്യുമെൻസിൻ്റെ സൈസ് മറ്റേതെങ്കിലും ഡോക്യുമെൻറ്റ്സ് ആണെങ്കിൽ 50 to 2048 KB വരെ ഫയൽ സൈസ് പറ്റുന്നുള്ളതാണ് കേട്ടോ. ഓക്കെ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറീസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതാ ഇവിടെ കറക്റ്റായിട്ട് ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണാം, മെയിൽ ID ഉണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് അയച്ചു കൊടുക്കാം. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് സഹിതം നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ, അതായത് ഈ പറയുന്ന വെബ്സൈറ്റ് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഇനി കോൺടാക്ട് നമ്പർ ഉണ്ട്, ഇതിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ചെയ്യുന്ന ലിങ്ക് കൊടുക്കും. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വെബ്സൈറ്റിലേക്കാണ് വരിക. നമ്മുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഇവിടെ ഈസി ടൂൾ, അതുപോലെ ജോബ് അപ്ഡേറ്റ്സ്, കമ്മ്യൂണിറ്റി, അതുപോലെ എക്സാം ബുക്ക്, ഇതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നോക്കാവുന്നതാണ് കേട്ടോ. താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്താൽ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ജോബ്സ്, കേരള ജോബ്സ്, അതുപോലെ സെൻട്രൽ ഗവൺമെൻറ് ജോബ്സിൽ ഇവിടെ കാണാൻ നിങ്ങൾക്ക് CCRAS എന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പ് A, ഗ്രൂപ്പ് B, C പോസ്റ്റ് എന്നിട്ട് അതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇതിവിടെ കണ്ടില്ലെങ്കിൽ ഞാൻ കൂടുതൽ പോസ്റ്റ് ഇവിടെ ആഡ് ചെയ്യുമ്പോൾ താഴെ പോയിട്ട് ഇവിടെ കാണാതെ, അപ്പോൾ ഇവിടെ റീഡ് മോർ എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അത് കണ്ടെത്താൻ പറ്റും. അതല്ലെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ സെർച്ച് ബാർ ഉണ്ട്, ഇതിൽ ക്ലിക്ക് ചെയ്യാൻ CCRA എന്ന് അടിച്ചു കൊടുത്താൽ മതി നിങ്ങൾ കേട്ടോ. ഓക്കെ. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഞാൻ എന്ത് ചെയ്യുക, CCRAS എന്നുള്ളത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു, പോസ്റ്റ് ഓപ്പൺ ആക്കുന്നു. അപ്പോൾ പോസ്റ്റ് ഓപ്പൺ ആക്കുന്ന സമയത്ത് നമ്മുടെ സോഷ്യൽ മീഡിയ 3 ഐക്കൺസും കൂടെ കാണാം നിങ്ങൾക്ക്: ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ്, ടെലഗ്രാം. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ ആവശ്യമുള്ള ലിങ്കുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ അതിലിടും. അത് ഞാൻ പറയില്ല, ബുക്കിൻ്റെയും മറ്റു അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോൾ. അപ്പോൾ താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക. നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്താൽ ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് ഇവിടെ കാണാം. ഈ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഇവിടുന്ന് കാണാം. അതുപോലെ അപ്ലിക്കേഷൻ ഫോം എന്നുള്ളിടത്താണ് നോട്ടിഫിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്ലിക്കേഷൻ ഫോം നിങ്ങൾക്ക് ഇതാ August 1 ഇത് ഓൺലൈൻ അപേക്ഷ സ്റ്റാർട്ട് ആകുന്നത്. അപ്പോൾ August 1 ആകുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യും, ഈ ലിങ്ക് ഇവിടെ ഞാൻ എന്ത് ചെയ്യും, എനേബിൾ ആക്കും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ആ സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും കാരണം കൊണ്ട് ഞാൻ മറന്നു പോയാൽ ജസ്റ്റ് നിങ്ങൾ ഏതെങ്കിലും ലേറ്റസ്റ്റ് ആയിട്ട് ഇടുന്ന വീഡിയോയുടെ അടിയിൽ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തിയാൽ മതി, നമ്മളത് ഇട്ടുതരും. ഓക്കെ. ആ ലിങ്ക് കൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ മറക്കില്ല. എങ്കിലും അഥവാ മറന്നു പോയാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ചത്, കാരണം കുറേ വീഡിയോ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന വീഡിയോ നമ്മൾ ചെയ്യണമെങ്കിൽ ചെയ്യാം. നിങ്ങൾ കൂടുതൽ ആവശ്യക്കാരുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന വീഡിയോസ് നമ്മൾ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കോൺടാക്ടർ ഓൺലൈൻ ആപ്ലിക്കേഷൻ ടീം ഇതിൽ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ഡാറ്റ എൻട്രി ടീമാണ്, അവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കണ്ട. അതുകൊണ്ട് നമ്മുടെ ചാനൽ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.